1643-ൽ വൂൾസ്റ്റോർപ്പ് മാനറിൽ ഐസക് ന്യൂട്ടൺ അകാലത്തിൽ ജനിച്ചു. ജനനത്തിനു മുമ്പുള്ള പിതാവിന്റെ മരണം അവനെ അമ്മ ഹന്ന ന്യൂട്ടന്റെ സംരക്ഷണയിൽ വിട്ടു. നഷ്ടമുണ്ടായിട്ടും ഐസക് തന്റെ മുത്തശ്ശിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഗ്രന്ഥത്തിലെ ദി കിങ്സ് സ്കൂളിൽ ചേർന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഐസക്കിന്റെ യാത്ര തുടരുന്നത് കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലാണ്. അവിടെ ഗണിതത്തിലും പ്രകൃതി തത്വചിന്തയിലും അഭിനിവേശം വളരുന്നു. 1665-ലെ മഹാബാധയുടെ സമയത്ത് ന്യൂട്ടൺ തന്റെ പഠനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ആദ്യകാല സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് വൂൾസ്തോർപ്പ് മാനറിലേക്ക് പിൻവാങ്ങി. പ്ലേഗിനു ശേഷം ന്യൂട്ടൺ ലണ്ടനിലേക്ക് പോകുന്നു. ശാസ്ത്ര സമൂഹത്തിൽ മുഴുകി തന്റെ ബുദ്ധിക്ക് അംഗീകാരം നേടി. ന്യൂട്ടന്റെ മിടുക്ക് അദ്ദേഹത്തിന് റോയൽ സൊസൈറ്റിയിൽ ഇടം നേടിക്കൊടുത്തു. അവിടെ അദ്ദേഹം സഹകരിച്ച് ഗവേഷണത്തിലും പരീക്ഷണങ്ങളിലും ഏർപ്പെടുന്നു. 1687-ൽ ന്യൂട്ടൺ തന്റെ തകർപ്പൻ കൃതിയായ ഫിലോസഫി നാച്ചുറലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിച്ചു. ഇത് ശാസ്ത്രീയ ചിന്തയിൽ വിപ്ലവം സൃഷ്ടിച്ചു. ന്യൂട്ടന്റെ സംഭാവനകൾ രാജകീയ അംഗീകാരത്തിലേക്ക് നയിച്ചു. 1705-ൽ ആൻ രാജ്ഞി അദ്ദേഹത്തെ നൈറ്റ് ചെയ്തു. തന്റെ ജീവിതത്തിലുടനീളം ന്യൂട്ടൺ ഭാവി തലമുറയിലെ ശാസ്ത്രജ്ഞരെ പ്രചോദിപ്പിക്കുന്ന അറിവ് വികസിപ്പിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധനാണ്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ തുടരുന്ന ശാസ്ത്രീയ അന്വേഷണത്തിന്റെ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചുകൊണ്ട് സർ ഐസക് ന്യൂട്ടൺ 1727 സമാധാനപരമായി അന്തരിച്ചു.